വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 17. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളി ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തേണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവരെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയവരെല്ലാം അങ്ങിൽ നിന്നാണ് എന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിൻ്റേതല്ല, എന്നാൽ അവർ ലോകത്തിൻ്റേതാണ്. ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പുണ്യഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണിത്. യേശു പിതാവിനോട് യാചിക്കുന്നത് തൻ്റെ ശിഷ്യഗണത്തെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ലോകത്തിൻ്റെ ദുഷ്ടാരൂപിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ നിറഞ്ഞിൽക്കുന്നത് മുഴുവനും പിതാവിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരേണ്ടതിൻ്റെ നന്മയെക്കുറിച്ചും ആ കൃപയുടെ മഹത്വത്തെക്കുറിച്ചുമാണ്. തിരുവെഴുത്തിലെ ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ പ്രാർത്ഥന എന്നാണ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അറിയപ്പെടുക. നിത്യജീവൻ നൽകുവാൻ വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് ആഗതനാവുകയും ആ നിത്യജീവൻ്റെ മഹത്വം തൻ്റെ അനുയായികൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുകയും ചെയ്തു. നിത്യജീവൻ എന്നത് എന്താണ് എന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെയും ഏക സത്യദൈവത്തെയും അറിയുക, വിശ്വസിക്കുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം തൻ്റെ ശിഷ്യന്മാരിൽ അവിടുന്ന് ഉളവാക്കുന്നുണ്ട്. ക്രിസ്തുവിനെയും അവിടുത്തെ പദ്ധതിയെയും നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിതാവിങ്കിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമായി. ലോകത്തിൽ ആയിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി ജീവിക്കുവാനുള്ള ഒരു പ്രേരണയാണ് ക്രിസ്തുവിൻ്റെ നിത്യജീവനെക്കുറിച്ചുള്ള പഠനവും പ്രാർത്ഥനയും. ക്രിസ്തു ശിഷ്യഗണത്തിന് വേണ്ടി നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ അവിടെ നിന്നും നമുക്ക് വേണ്ടി നിരന്തരം ദൈവത്തിരുസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ജീവിതം പിതാവിൻ്റെ തിരുമനസ്സിനൊത്തതാക്കി തീർക്കാൻ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലരാക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം എത്തിച്ചേരാൻ ക്രിസ്തു നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.